പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടരുകയാണ്. അതിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ദ വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ചാപ്റ്റർ 5. അതാണ് നമ്മൾ തുടരുന്നത്. കൾച്ചറൽ കാമിലിയൻ. കാമിലിയൻ എന്ന് പറഞ്ഞാൽ ഓന്താണ്. സാംസ്കാരികമായിട്ടുള്ള മാറ്റമാണ് ഇവിടെ ഓന്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. കൾച്ചറൽ കാമിലിയൻ. പേജ് നമ്പർ 108 ഈ ഭാഗം വരുന്നത്. In the context of today's competitive job market, not spending time abroad can seriously damage your chances of climbing the career ladder. അപ്പോൾ നമ്മളുടെ കരിയർ ലാഡറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദേശത്ത്. ഇതൊരു ഈ ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, വളരെ മത്സരം നിറഞ്ഞൊരു എന്താ പറയുക, ജോലിയുടെ അല്ലെങ്കിൽ ജോബിൻ്റെ ഒരു ചന്ത തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു ചന്തയിൽ, ആ മാർക്കറ്റിൽ വളരെയധികം കിടമത്സരങ്ങളുണ്ട് എന്ന് പറയണം. നോട്ട് സ്പെൻഡിങ് ടൈം അബ്രോഡ് ക്യാൻ സീരിയസ്ലി ഡാമേജ് യുവർ ചാൻസസ് ഓഫ് ക്ലൈംബിംഗ് ദി കരിയർ ലാഡർ. അപ്പോൾ നമ്മൾ അധിക കാലം വിദേശത്ത്, ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഗൗരവമായിട്ട് വിദേശത്ത് പോയിട്ട് നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. പക്ഷേ ആ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന സമയം നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കരിയർ ലാഡറിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയണം. It is no surprise then that more and more graduates and professionals are looking for opportunities to live and work in a foreign country. അതുകൊണ്ട് തന്നെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യാൻ, വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ തേടി നടക്കുന്നതിൽ അത്ഭുതം ഇല്ല എന്ന് പറയണം. അവസരത്തിന് വേണ്ടി തേടി നടക്കുന്നതിൽ അത്ഭുതമില്ല എന്ന് പറയണം. With a record number of workers hoping to relocate, it is no longer enough to have done a work placement abroad or to speak foreign language. This is no longer something that makes you different, says Nanati Ribmeister, Director of Expertise in Labour Mobility. It is something employers expect. With a record number of workers hoping to relocate. പല ആളുകളും അല്ലെങ്കിൽ ജോലിക്കാർ റീലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, സ്ഥലത്തുനിന്ന് മാറി നിൽക്കാൻ. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഇനഫ് ടു ഹാവ് ഡൺ എ വർക്ക് പ്ലേസ്മെൻറ്റ് അബ്രോഡ് ഓർ ടു സ്പീക്ക് എ ഫോറിൻ ലാംഗ്വേജ്. ദിസ് ഈസ് നോ ലോങ്ങർ സംതിങ് ദാറ്റ് മേക്സ് യു ഡിഫറെൻറ്റ്, സെസ്. അപ്പോൾ നിങ്ങളെ വ്യത്യസ്തമാക്കണമെങ്കിൽ നിങ്ങൾ ഫോറിൻ പ്ലേസ്മെൻറ്റ്, ഫോറിൻ തന്നെ ജോലി ആവശ്യമാണെന്ന് നന്നേറ്റി റിപ്മീസ്റ്റർ എന്ന ലേബർ മൊബിലിറ്റിയുടെ ഡയറക്ടർ ഓഫ് എക്സ്പെർട്ടീസ് പറയുകയാണ്. ഇറ്റ് ഈസ് സംതിങ് എംപ്ലോയേഴ്സ് എക്സ്പെക്റ്റ്. എംപ്ലോയേഴ്സ് പ്രതീക്ഷിക്കുന്നതും അതാണെന്ന് പറയണം. But even if you are a strong candidate, the application process for foreign jobs is far from straightforward. But even if you are a strong candidate, നിങ്ങളൊരു ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ കരുത്തുറ്റ വിദ്യാർത്ഥി ആണെങ്കിൽ, ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടെ, the application process for foreign jobs is far from straightforward. നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അത്ര സുഖകരമല്ല എന്ന് പറയുന്നത്. കാരണം സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല എന്ന് പറയുന്നത്. കാരണം the European Union has introduced the Euro CV to standardize application procedures throughout Europe. യൂറോപ്യൻ യൂണിയനിൽ യൂറോ CV ആണ് ഉപയോഗിക്കുന്നത്. CV എന്ന് പറഞ്ഞാൽ കരിക്കുലം വീറ്റ എന്നാണ്. കരിക്കുലം വീറ്റ എന്ന് പറയുമ്പം നമ്മളുടെ ത്രൂ ഔട്ട് യൂറോപ്പ്. ബട്ട് റിപ്മീസ്റ്റർ ബിലീവ്സ് ദാറ്റ് കൾച്ചറലി അഡാപ്റ്റഡ് CV ഈസ് ബെറ്റർ. പക്ഷേ റിപ്മീസ്റ്റർ പറയുന്നത് കൾച്ചറലി അഡാപ്റ്റഡ് CV ആണ് നല്ലത്. ഓരോ സംസ്കാരത്തിന് യോജിച്ചിട്ടുള്ള CV, അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തുന്ന CV ആണ് നല്ലത്. അപ്പോൾ CV എന്ന് പറയുന്നത് കരിക്കുലം വീറ്റ, അല്ലെങ്കിൽ നമ്മൾ ബയോഡേറ്റ, അല്ലെങ്കിൽ റെസ്യൂമെ. അപ്പോൾ ഇത് 3 ഉണ്ട്. കരിക്കുലം വീറ്റ, CV, അല്ലെങ്കിൽ റെസ്യൂമെ, ബയോഡേറ്റ. 3 നമ്മൾ വിചാരിക്കുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്, ജോലിക്ക് വേണ്ടി കൊടുക്കുന്നതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ CV എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനമാണ്. റെസ്യൂമെ അത്ര ഡീറ്റെയിൽ അല്ല. വാട്ട് ഡു ഐ മീൻ ബൈ ദാറ്റ്? ഫോർ എക്സാമ്പിൾ, in the UK, it is customary to add hobbies and interests at the bottom of the page. In Italy, however, the information is not necessary. കാരണം CV-യിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ, UK-യിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് കസ്റ്റമറി ടു ആഡ് ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പേജ്. അടിയിൽ ഹോബീസും നമ്മുടെ ഇൻട്രസ്റ്റും ഒക്കെ എഴുതേണ്ടത് കസ്റ്റമറിയാണ് എവിടെ, UK-യിൽ. പക്ഷേ ഇൻ ഇറ്റലി ഹൗവർ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് നോട്ട് നെസസറി. ഇറ്റലിയിൽ യാതൊരു നിർബന്ധവുമില്ല അത് എഴുതണം എന്നുള്ളത്. When you prepare your CV, it is proper to check whether a photo is necessary and whether an English language CV should be written in American or British English. അപ്പോൾ നമ്മളൊരു CV പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം
അതിൽ ഫോട്ടോ ആവശ്യമാണോ നോക്കണം. അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് CV പിന്നെ എഴുതേണ്ടത് അത് അമേരിക്കൻ ഇംഗ്ലീഷിലാണോ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണോ എന്നുള്ള കാര്യവും കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അനദർ പോയിന്റ് ടു റിഫ്ലക്ട് ഈസ് ഓൺ whether or not employees will recognize your qualified subject, especially when you have studied a subject such a wireless network system which doesn't necessarily translate into another language and culture. Another point to reflect on is whether or not employees will recognize your qualified subject, especially when you have studied a subject such as wireless network systems which does not necessarily translate into another language and culture. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ whether or not employees will recognize your qualified subject. നിങ്ങളുടെ എംപ്ലോയേഴ്സ് നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് തിരിച്ചറിയോ ഇല്ലയോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടത്. കാരണം എസ്പെഷ്യലി വെൻ യു ഹാവ് സ്റ്റഡിഡ് എ സബ്ജക്ട് സച്ച് ആസ് വയർലെസ് നെറ്റ്വർക്ക് സിസ്റ്റംസ്. അപ്പം മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് another point to reflect on is whether or not employees will recognize your qualified subject, especially when you have studied a subject such as wireless network system. നിങ്ങൾ ചിലപ്പം വയർലെസ് നെറ്റ്വർക്ക് സിസ്റ്റം പോലുള്ള എന്തെങ്കിലുമാണ് പഠിച്ചിരുന്നെങ്കിൽ which does not necessarily translate into another language and culture. മറ്റൊരു സബ്ജക്റ്റ് ഒരു ഭാഷയിലേക്ക് അത് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ സബ്ജക്റ്റ് എംപ്ലോയേഴ്സ് തിരിച്ചറിയോ എന്നുള്ള കാര്യവും കൂടെ നിങ്ങളൊന്ന് ഓർക്കേണ്ടതാണ്. യു ഓൾസോ നീഡ് ടു കൺസിഡർ ദ കവർ ലെറ്റർ, ദ ഫസ്റ്റ് തിങ് ദാറ്റ് എൻ എംപ്ലോയർ വിൽ റീഡ്. അപ്പം ഈ CV-യുടെ ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കവർ ലെറ്റർ. ആദ്യം എംപ്ലോയർ അത് വായിക്കും. അപ്രോച്ചസ് ഡിഫറെൻറ്റ് ഫ്രം കൺട്രി ടു കൺട്രി. ഗെറ്റ് ദ CV റൈറ്റ് ബട്ട് ദ കവർ ലെറ്റർ റോങ് ആൻഡ് യു ഡിസ്ട്രോയ് യുവർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദ ഇൻ്റർവ്യൂ ബിക്കോസ് ഓഫ് ദ കവർ ലെറ്റർ ഈസ് ദ ഫസ്റ്റ് തിങ് ദാൻ എൻ എംപ്ലോയർ വിൽ റീഡ്. ചിലപ്പോൾ നിങ്ങളുടെ CV ശരിയായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കവർ ലെറ്റർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോർട്ട് ലിസ്റ്റിൽ പിന്നെ ഇൻ്റർവ്യൂവിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന ചാൻസ് ചിലപ്പം ഇല്ലാണ്ടായിപ്പോൾ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എംപ്ലോയർ റീഡ് ചെയ്യുന്നത് ആദ്യമായിട്ട് റീഡ് ചെയ്യുന്നത് ചിലപ്പം കവർ ലെറ്റർ ആയിരിക്കും. ദ ബ്രിട്ടീഷ് യൂഷ്വലി റൈറ്റ് ലോങ് ലെറ്റേഴ്സ് ടു ഡ്രോ അറ്റൻഷൻ ടു റെലവൻറ്റ് സെക്ഷൻസ് ഓൺ ദ CV. ദ ഇറ്റാലിയൻസ് പ്രിഫർ one or two sentences and the French expect candidates to handwrite detailed letters which may be analyzed by handwriting experts. The British usually write long letters to draw attention to relevant sections on the CV. അപ്പം ബ്രിട്ടീഷുകാർ പിന്നെ CV-യിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ലോങ് ലെറ്റേഴ്സാണ് ഉപയോഗിക്കുക. ഇറ്റാലിയൻസ് എപ്പോഴും പ്രിഫർ ചെയ്യുക 1-2 സെൻറ്റൻസുകളാണ്. അപ്പോൾ ഫ്രഞ്ചിലാണെങ്കിൽ അതിൻ്റെ സ്ഥിതി എന്ന് പറയുമ്പം കാൻഡിഡേറ്റ്സ് അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ എംപ്ലോയേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിനെ കൊണ്ട് അത് പിന്നെ അനലൈസ് ചെയ്യും. When it comes to the interview, make sure you know about the work culture and understand the employees, the importance different countries place on language and speech. When it comes to the interview, make sure you know about the work culture and understand the importance different countries place on language and speech. അപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പങ്കെടുക്കാൻ വരുമ്പം നിങ്ങൾക്ക് വർക്ക് കൾച്ചർ മനസ്സിലാവണമെന്ന് പറയാണ്. ഓരോ ജോലിയുടെ ഒരു സംസ്കാരം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഡിഫറെൻറ്റ് കൺട്രീസ് പ്ലേസ് ഓൺ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. അതുപോലെ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഡിഫറെൻറ്റ് കൺട്രീസ് പ്ലേസ് ഓൺ ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്. വ്യത്യസ്ത രാജ്യങ്ങൾ, അതുപോലെ ഭാഷ, സംസാരം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ദ ഫസ്റ്റ് യൂസ് ഷോർട്ട് സെൻറ്റൻസസ് ദ ഫ്രഞ്ച് യൂസ് ഷോർട്ട് സെൻറ്റൻസസ് ആൻഡ് ഹെയ്റ്റ് സൈലൻസ്. ഫ്രഞ്ചുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഷോർട്ട് സെൻറ്റൻസ് ആണ് എഴുതുക. അതുപോലെ അവർ പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഗ്യാപ്പ് അവർ ഇഷ്ടപ്പെടുന്നില്ല. വൈൽ സ്കാൻഡിനേവിയൻ ഹാവ് എ ഡീപ്പ് റെസ്പെക്ട് ഫോർ പോസസ്. പക്ഷേ സ്കാൻഡിനേവിയൻസ് പിന്നെ നമ്മൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതിൽ അവർ അതിനൊരു റെസ്പെക്റ്റാണ്. ആ പോസ് ചെയ്യുന്നതിന്, കുറച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതിൽ അവർ റെസ്പെക്റ്റ് കൊടുക്കുന്നു. യു മേ തിങ്ക് ദീസ് പോയിൻറ്റ്സ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ് ബട്ട് ബൈ നോട്ട് പേയിങ് അറ്റൻഷൻ യു ആർ ഷോവിങ് ദാറ്റ് യു ഡോണ്ട് റെസ്പെക്ട് ദ കൾച്ചർ ഓഫ് ദ കൺട്രി യു വിഷ് ടു വർക്ക് ഇൻ. അപ്പോൾ അവിടെ എന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഫ്രഞ്ചിൽ നിങ്ങൾ പിന്നെ ഷോർട്ട് സെൻറ്റൻസും വേണം, അല്ലെങ്കിൽ അവർ സൈലൻസ് ഹെയ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ സ്കാൻഡിനേവിയനിൽ ഇങ്ങനെയാണ്. അവർ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ പോസസൊക്കെ അവർ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുക നിങ്ങൾ ആ വർക്ക് കൾച്ചർ അറിയില്ല എന്നുള്ളതാണ്. മേക്കിംഗ് എ മിസ്റ്റേക്ക് അറ്റ് ദ ഇൻ്റർവ്യൂ ഈസ് സംതിങ് സാറാ ഹാൾ നോസ് ഓൾ അബൌട്ട്. മേക്കിംഗ് എ മിസ്റ്റേക്ക് അറ്റ് ദ ഇൻ്റർവ്യൂ ഈസ് സംതിങ് സാറാ ഹാൾ നോസ് ഓൾ അബൌട്ട്.
അപ്പോൾ സറഹാളിൻ്റെ അഭിപ്രായത്തിൽ തെറ്റ് പറ്റുക എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റ് മതി, അത് വലിയൊരു തെറ്റായിരിക്കും എന്ന് പറയുന്നത്. ഷീ ഈസ് ഫ്രം ലിവർപൂൾ ഇൻ ദ UK ആൻഡ് ഹാസ് വർക്ക്ഡ് ഇൻ എ ജർമ്മൻ കമ്പനി സ്വീഡൻ ആൻഡ് സ്പെയിൻ. അപ്പം അവരൊരു പിന്നെ UK ലിവർപൂളിൽ നിന്നായിരുന്നു വന്നത്. അവർ പിന്നെ ജർമ്മനിയിൽ അതുപോലെ സ്വീഡനിൽ സ്പെയിനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈ അഡ്വൈസ് ഈസ് ബി അവെയർ ഓഫ് കൾച്ചർ ക്ലാഷ്. അപ്പോൾ ഈ കൾച്ചർ ക്ലാഷ് മനസ്സിലാക്കണം എന്നാണ് അവരുടെ ഉപദേശം. ഇൻ ബ്രിട്ടൻ ദർ ഈസ് യൂഷ്വലി എ മാക്സിമം ഓഫ് 2 ഇൻ്റർവ്യൂസ്. ബ്രിട്ടനിൽ ശരിക്ക് പ്രധാനമായിട്ട് 2 ഇൻ്റർവ്യൂസാണുള്ളത്. ഇൻ സദേൺ യൂറോപ്പ് ദേ മേ കോൾ യു ബാക്ക് ഫോർ ദ 3rd or 4th ഇൻ്റർവ്യൂ. സദേൺ യൂറോപ്പിൻ്റെ സ്പെഷ്യാലിറ്റി ചിലപ്പോൾ നിങ്ങളെ 3ാമത്തെയോ അല്ലെങ്കിൽ 4ാമത്തെയോ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വിളിക്കും. ഐ ലോസ്റ്റ് എ വെരി ഗുഡ് ജോബ് ഇൻ സ്പെയിൻ വെൻ ഐ തോട്ട് ദേ വർ നോട്ട് സീരിയസ്. അപ്പോൾ എനിക്ക് അവിടെ പിന്നെ സ്പെയിനിൽ വെച്ചിട്ട് ഐ ലോസ്റ്റ് എ വെരി ഗുഡ് ജോബ് ഇൻ സ്പെയിൻ വെൻ ഐ തോട്ട് ദേ വർ നോട്ട് സീരിയസ്. സ്പെയിനിൽ വെച്ച് എനിക്കൊരു ജോലി നഷ്ടമായി. കാരണം ഞാൻ വിചാരിച്ചു അവർ സീരിയസ് അല്ല എന്ന്. കാരണം എന്താ, ഐ വിഡ്രൂ മൈ ആപ്ലിക്കേഷൻ ബിക്കോസ് ദേ ആസ്ക്ഡ് മീ ടു ഗോ ഫോർ ദ 4th ഇൻ്റർവ്യൂ. ഞാൻ സ്പെയിനിൽ നിന്ന് എൻ്റെ ആപ്ലിക്കേഷൻ പിൻവലിച്ചു. കാരണം എന്നെ 4ാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് വിളിച്ചു. ലുക്കിംഗ് ബാക്ക് ഐ നൗ റിയലൈസ് ദേ വർ ഡൂയിങ് ആസ് ദേ ഓൾവേസ് ഡു. ഐ ബിഹേവ്ഡ് റോങ്ലി. യഥാർത്ഥത്തിൽ അത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് പിന്നീട് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു യൂഷ്വൽ കസ്റ്റമാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അവർ 4 പ്രാവശ്യമാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുക. ഞാൻ വിചാരിച്ചു അവർ സീരിയസ് അല്ലാണ്ട് വെറുതെ വിളിക്കുകയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തത്, ഐ ബിഹേവ്ഡ് റോങ്ലി എന്നാണ് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള സാറ ഹാളിൻ്റെ അഭിപ്രായം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഷോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് കൾച്ചർ. അപ്പം വർക്കിംഗ് കൾച്ചർ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഡാപ്റ്റിംഗ് എ സിമിലർ സ്റ്റൈൽ ഓഫ് ഡ്രസ് ആസ് യു കോവർക്കേഴ്സ്. നിങ്ങളുടെ കോവർക്കേഴ്സ്, നിങ്ങളിപ്പോൾ ഫോറിൻ കൺട്രീസ് പോകുമ്പോൾ നിങ്ങളുടെ ട്രഡീഷണൽ ഡ്രസ്സ് ഇടാതെ കോവർക്കേഴ്സ് എന്താണോ ഡ്രസ്സ് ധരിക്കുന്നത് അതുപോലെ തന്നെ ധരിക്കുക. ഈറ്റിംഗ് ദ കൈൻഡ് ഓഫ് ഫുഡ് ദേ ഈറ്റ്. അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. എൻജോയിങ് സിമിലർ ആക്ടിവിറ്റീസ്. അവരെ എൻജോയ് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ദീസ് തിങ്സ് ഹെൽപ്പ് ടു വിൻ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ ഉള്ള ബഹുമാനവും അതുപോലെ വിശ്വാസവും പിന്നെ മറ്റുള്ളവരിൽ പിന്നെ ഉറപ്പ് വരുത്താൻ സഹായിക്കും എന്ന് പറയുന്നത്. തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് എ കൾച്ചറൽ കാമലിയൻ. നിങ്ങളൊരു സാംസ്കാരിക ഓന്താവുക, അല്ലെങ്കിൽ സാംസ്കാരിക മാറ്റം ആഗ്രഹിക്കുന്ന ഓന്താവുക എന്ന് പറയണം. മിറർ ദ കൈൻഡ് ഓഫ് മെസ്സേജ് യു ഗെറ്റ് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അപ്പിയറൻസ്. പീപ്പിൾ ലൈക്ക് പീപ്പിൾ ഹു റിമൈൻ ദം ഓഫ് ദംസെൽസ് ആൻഡ് നോബഡി ലൈക്സ് വാട്ട് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. Mirror the kind of messages you get about communication and appearance. People like people who remind them of themselves and nobody likes what they don't understand. അപ്പം ആളുകൾ ഇഷ്ടപ്പെടുന്നത് അവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. അവരെ മനസ്സിലാക്കാത്തവരെ അവരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ. nobody likes what they don't understand. ഓക്കെ, ഇതിവിടെ നമുക്ക് പൂർത്തിയാക്കാം. താങ്ക് യു വെരി മച്ച്.